ഞാനിതിനു മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞു ഒരു 99 റുപ്പീസ് 100 റുപ്പീസ് തമ്മിലുള്ള വലിയ വ്യത്യാസമില്ല എന്നുള്ളത്. അപ്പം ചിലർ ചോദിച്ചു അതെന്താ അങ്ങനെ. ഞാൻ നിങ്ങളോട് ഒരു ഉദാഹരണം പറയാം. നമ്മളിപ്പോൾ ഒരു ഷോപ്പിൽ പോയിട്ട് ഒരു ബില്ല് വന്നിട്ട് 502 രൂപ ബില്ലായി. നമ്മൾ 500 രൂപ കൊടുക്കുന്നു. അപ്പം കടക്കാരൻ പറയുന്നു, അപ്പം നമ്മൾ പറയുന്നു നമ്മുടെ അടുത്ത് 2 രൂപ ചില്ലറയില്ല എന്ന് പറഞ്ഞാൽ കടക്കാരൻ പറയും ഓക്കെ കുഴപ്പമില്ല, നമുക്ക് നെക്സ്റ്റ് ടൈം എടുക്കാം. ശരി, നെക്സ്റ്റ് ടൈം എടുക്കാം. നേരെ മറിച്ച് നിങ്ങൾ ഒരു ബാങ്കിൽ പോയി, ഫിനാൻഷ്യൽ സ്ഥാപനം ഏതെങ്കിലും ബാങ്കിൽ പോയി, നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത് 1000 റുപ്പീസാണ്. പോട്ടെ, ചെറിയ എമൗണ്ട് പറയാം, 100 രൂപയാണ് ഡെപ്പോസിറ്റ് ചെയ്യണം. നിങ്ങളടുത്ത് ആകെ 99 രൂപയേ ഉള്ളൂ. നിങ്ങൾ ബാങ്കിൽ പോയിട്ട് റെസിപ്റ്റ് 100 രൂപ എന്ന് എഴുതും, അല്ലെങ്കിൽ 99 രൂപ എന്ന് എഴുതും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബാങ്കിൽ പോയിട്ട് പറയാൻ പറ്റുമോ എൻ്റെ അടുത്ത് 99 രൂപയേ ഉള്ളൂ, പക്ഷേ എനിക്ക് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത് 100 രൂപയാണ്. ബാങ്ക് അത് ചെയ്യുമോ? ഒരു ബാങ്കും അത് ചെയ്യില്ല. അവിടെയാണ് ഒരു രൂപേൻ്റെ വാല്യൂ നമ്മളെപ്പോഴും കണക്ക് കൂട്ടണം. കാരണം ഇൻ കേസ് ആ ബാങ്കിലെ ആൾ ഇപ്പം 99 രൂപ അടച്ചൊരു വ്യക്തിക്ക് 100 രൂപ ചെയ്ത് കൊടുത്താൽ എൻറ്റയർ സിസ്റ്റം, അതായത് നമ്മൾ ഓൾ ഇന്ത്യ സിസ്റ്റത്തിൽ ആ ഒരു രൂപ ചിലപ്പം ആ ബാങ്കിൻ്റെ മൂല്യം എത്രയോ 10 മടങ്ങ് വർദ്ധിക്കാനുള്ള ചാൻസസ് കൂടുതൽ. അതുകൊണ്ട് ഒരു ബാങ്കും ഒരു രൂപ എക്സ്ട്രാ പോലും നമുക്ക് വേണ്ടി ചെയ്യില്ല. പക്ഷേ ഒരു ഷോപ്പ് കീപ്പർ അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരൻ 1 രൂപ സാക്രിഫൈസ് ചെയ്യും. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം ഇപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായോ? ഞാൻ ഈ പറയുന്ന 100 രൂപയും അത് നമ്മൾ ഡിസ്കൗണ്ട് ചെയ്ത് 99 രൂപയും പറയുന്ന ആ ഒരു ടെക്നോളജി നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു.